നല്ല ഇതാണ് പെടക്കണ കോഴി പറയണത്. അയ്യടാ പോയി. മറ്റേ കറങ്ങാൻ വന്നാണ് കോഴി നല്ല അടിപൊളി കോഴി നല്ല പട്ടപട്ടക്കാണ്. നല്ല ഇതാണ് പെടക്കണ കോഴി പറയണത്. നല്ല അടിപൊളി പെടയാണ്. പെട അത് വെച്ചാൽ നോക്കി നല്ല ചൂട്ടൊക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള നല്ല പെടക്കോഴിയാണ്. നമുക്ക് താടിയൊക്കെ ഇട്ട് ഉറങ്ങണോട്ട് ആള് പാവം രക്ഷയില്ല. നമ്മളെന്തായാലും തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുള്ള സെറ്റപ്പ് ചെയ്യാനുള്ള പരിപാടി പ്ലാൻ ചെയ്തു. അപ്പോൾ പിന്നെ ഇനി വേറെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മുടെ A to Z വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് നമുക്ക് കോഴിനെ അടിപൊളി സെറ്റാക്കാനുള്ള പരിപാടിയാണ്. എന്നാൽ പിന്നെ തുടങ്ങിയാലോ. അപ്പോൾ നമ്മുടെ കോഴിനെ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. അയ്യോ, നമ്മളിതിനെ പപ്പ പൊരിക്കാൻ പോകണം. നമ്മൾ സംഭവം ചോദിച്ചാൽ എളുപ്പത്തിലുള്ള പരിപാടി ചെയ്യണമെന്ന് വിചാരിച്ചാണ്. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചൂടുവെള്ളത്തിലൊക്കെ ഇട്ടൊരു വെറൈറ്റി സെറ്റപ്പ് ഉണ്ട്. പെട്ടെന്ന് നമ്മൾ തൊലിയൊക്കെ പോകാനുള്ള പരിപാടി ഉണ്ട്. ഇങ്ങനെ തുടച്ച് കഴിഞ്ഞാൽ പോകും. അപ്പോൾ ആ പരിപാടിയുമായിട്ട് നമുക്ക് പിന്നെ വരാം. ഇപ്പോൾ നമുക്ക് അതിൻ്റെ ഒഴിവില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ കടയിൽ വീടെത്തിയിട്ടില്ല. അപ്പോൾ കടയിലുള്ള പരിപാടിയായതുകൊണ്ട് നമ്മൾ ചുളിവിൽ ചെയ്യുന്ന പരിപാടിയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ലൈവായിട്ട് ഇങ്ങനെ തന്നെ പറിക്കാൻ പോകണം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് പറിച്ചെടുത്തിട്ട് വേണം നമുക്ക് അടുത്ത പരിപാടി. കടയിൽ ആരെങ്കിലും വന്ന് 8ൻ്റെ പണി കിട്ടും. ഈ പിള്ളേർ സെറ്റിൻ്റെ ഇത് കണ്ടിട്ടാണ് നമ്മളിപ്പോൾ ഈ പണി തുടങ്ങിയത്. ശരിക്കും പറഞ്ഞാൽ വീട്ടിൽ കോഴി കൊല്ലാനുണ്ട്. പക്ഷേ വീട്ടിലെ കോഴിനെ കൊല്ലാൻ പഠിച്ചിട്ടാണ് ഇപ്പോൾ ചെറുതിൻ്റെ ഇത് മേടിച്ചാണ്. ഇത് വീട്ടിലേക്ക് നമുക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവിടെ പോയി റെഡിയാക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പോയാൽ കൊല്ലില്ല. പിന്നെ വേണ്ടാന്ന് പറഞ്ഞാൽ അവിടെ തന്നെ ഇടും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇതിപ്പോൾ ഇവിടെ തന്നെ ശരിയാക്കിയിട്ട് പോകണം കേട്ടോ. ഇവൻ എത്ര നാളെ നീ കണ്ടിട്ടേ ഇല്ലേ? ശനിയും ഞായറും മാത്രം വരുള്ളൂ ഇവിടെ. അപ്പം നമ്മുടെ കോഴിക്കുട്ടനെ ഏകദേശം ചന്തക്കാരനായി. ഈശ്വര, ആരാണോ ഫോണിൽ? എന്താ അമ്മച്ചി? അപ്പം നമ്മുടെ കോഴി ഏകദേശം സെറ്റായിട്ടുണ്ട്. നമ്മൾ ഈ സാധനത്തിനില്ലേ തൊലി പൊളിച്ച് സാധാരണ ബ്രോയിലർ കോഴി പോലെ ചെയ്ത് കഴിഞ്ഞാൽ ഇതിലൊന്നും നമുക്ക് കിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ ലൈവായിട്ട് നേരെ തന്നെ നമ്മൾ പപ്പൊക്കെ പറിച്ച് സെറ്റാക്കണത്. കുമാരൻ്റെ പ്ലാനിലാണ് നമ്മളതൊക്കെ ചെയ്യുന്നത് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ നമ്മളങ്ങനെ ചെയ്യില്ല. എനിക്ക് പണി വന്നു. ഈശ്വര, ശരിയാ കേട്ടോ, എൻ്റെ പ്ലാൻ തന്നെ. അപ്പോൾ ചേട്ടായിമാരെ, നമ്മൾ കോഴിയൊക്കെ പാടാക്കിയിട്ട് രസം ഉണ്ടായിട്ടാണ് ഇവിടെ വെച്ചു. ഇവന്മാർ മൂന്ന് സെറ്റുകളെ കൊണ്ടിട്ട് ഒന്ന് നോക്കടാ ചെറുതെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു. അപ്പോൾ ഞാൻ പോയിട്ടൊരു സാധനം കൊടുത്തിട്ട് വരുമ്പോഴേക്കും ഇവന്മാരെ കാണാനില്ല. നോക്കുമ്പോൾ ഇവന്മാർ സൈഡ് വഴി പോയി. ഒരു നായി വന്നിട്ട് സൈഡിൽ കൂടെ വന്നിരിക്കുന്നു. നായ എന്തോ പൊട്ട ബുദ്ധിക്ക് കണ്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. കണ്ടാണെങ്കിൽ സാധനം കോഴിനെ എടുത്തിട്ട് പോയില്ല. അപ്പോൾ മഴയൊക്കെ പെയ്തുകൊണ്ട് പട്ടയൊന്നുമില്ല. അപ്പം നമ്മൾ പറയാം, ഇതിട്ട് നമ്മൾ അട്ടപ്പെട്ടിട്ട് കത്തിച്ചിട്ട് നമ്മൾ കരിക്കാൻ പോവാം. കത്തണ്ടേ? അപ്പോൾ നമ്മൾ ആദ്യത്തെ മൊത്തം ഫെയിലിയറായി. രണ്ടാമത് നമ്മൾ പേപ്പറിൽ തന്നെ കാച്ചാണ് കേട്ടോ. വേറെ വഴിയൊന്നുമില്ല. ഇനിയിപ്പോൾ അല്ലെങ്കിലേ സംഭവം മൊത്തം വന്നിട്ട് അയ്യോ അത് കത്തട്ടെ ഇത് കത്തട്ടെ പറയുമ്പോഴേക്കേ നമുക്കത് ഓരോ പേപ്പർ എടുക്കണമെന്ന്. ഇത് പണ്ടാകണ്ട പറഞ്ഞ പോലെ ഈശ്വര കൈ പൊള്ളിയിട്ട് വയ്യാ. ഇനിയൊന്നും ചെയ്യാനില്ല. നമ്മുടെ കോഴി സെറ്റായിട്ട് കോഴി നമ്മള് പുണ്യേട്ടാ അതാ വരുന്നു. ഒരു മിനിറ്റ്. അപ്പോൾ നമ്മൾ മഞ്ഞപ്പൊടി ഇട്ടിട്ട് ഇത് കഴുകുകയാണ്. നമ്മൾ പൈപ്പ് ചോറിലുള്ള പരിപാടി. കോഴി ആൾക്കാരൊക്കെ തല്ലാൻ വരുന്നു. എന്താ വെച്ച് കഴിഞ്ഞാൽ കോഴിവാടൊക്കെ കഴിക്കുന്നത്
വെട്ടിയിട്ട് സെറ്റാക്കി ഇതിനടുത്ത് വീഡിയോ എടുക്കണ പറഞ്ഞപ്പോഴേക്കും അവൻ സൈഡ് വഴി എടുത്ത വീഡിയോ ഒന്നും ശരിയായില്ല. അപ്പം നമ്മുടെ കോഴി നമ്മളൊക്കെ വെട്ടിപ്പാടാക്കി നല്ല ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അപ്പോൾ ഇത് കവറിലാക്കട്ടെ. ഇനി ഇതിനെ നമുക്ക് വീട്ടിൽ കൊണ്ടുപോയി ബാക്കി പരിപാടി നോക്കാം. അവന്മാരടുത്തൊന്നും പറഞ്ഞ ശരിയാവില്ലാന്ന് വീഡിയോ എടുക്കണ പറഞ്ഞപ്പോൾ അവൻ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിന്നു. വീഡിയോ ഒന്നും കാണാനില്ല, അതാണ് അവസ്ഥ ഉണ്ടായത്. വെട്ടുന്ന വീഡിയോ ഒക്കെ പോയി. പോട്ടെ, ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം നമുക്ക് അല്ലേ. അപ്പോൾ തൽക്കാലം നമ്മൾ ഈ ചിക്കൻ നല്ല ചെറുതാക്കി നല്ല അടിപൊളിയായിട്ട് നമ്മൾ വെട്ടി സെറ്റാക്കിയിട്ട് ഇതിന് വാരി എടുക്കട്ടെ. എന്നിട്ട് നമുക്കിനി ബാക്കി പരിപാടി ഇങ്ങനെ കെട്ടിയിട്ട് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ പിടുത്തം പറ്റും. നമ്മുടെ ചിക്കൻ അടിപൊളിയായി നമ്മൾ കഴുകിക്കൊണ്ടിരിക്കുകയാണ് ടൈമരെ. നല്ല നാടൻ ചിക്കൻ വെട്ടി സെറ്റാക്കി നല്ല സൂപ്പറാക്കി സാധനം കേട്ടോ. അലുവലുപോലിരിക്കണം അടിപൊളി സാധനമാണ്. നമ്മളിപ്പോൾ ഇതിന് കഴുകി ഒന്നും കൂടി കഴുകാൻ പോണേ. അപ്പോൾ ചേട്ടായിമാരെ നമ്മുടെ ഏകദേശം നമ്മുടെ നാടൻ ചിക്കൻ തേങ്ങാപ്പാൽ ഒഴിച്ച് വെക്കുന്ന സംഭവം സെറ്റായിട്ടുണ്ട്. ഇത് ചിക്കനാണ്. ഇത് ചിക്കന് വേണ്ട ചേരുവകൾ നമ്മുടെ സവോള, പച്ചമുളക്, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, ഇത് വന്നിട്ട് നാടൻ വെളിച്ചെണ്ണ. അപ്പോൾ ഈ സാധനങ്ങളുമായിട്ട് നമ്മൾ നമ്മുടെ അടുപ്പിൻ ചോട്ടിലേക്ക് പോവാണ്. അപ്പോൾ നമ്മുടെ ചേട്ടായിമാരെ നമ്മുടെ കറിക്കുള്ള സാധനം നമ്മൾ വെച്ച് ചട്ടിയൊക്കെ നമ്മൾ അടുപ്പിൽ വെച്ചിരിക്കുകയാണ്. അപ്പോൾ നല്ല മൺചട്ടിയിലാണ് നമ്മൾ അടിപൊളിയായിട്ട്, നല്ല പുകയുണ്ട്, നല്ല മൺചട്ടിയിലാണ് നമ്മൾ അടിപൊളിയായിട്ട് നമ്മുടെ കറി സെറ്റാക്കാൻ പോകുന്നത്. നാടൻ വെളിച്ചെണ്ണ ഒഴിക്കാൻ പോകണേ, ഇട്ട് കൊടുക്കാൻ പോകണേ. ഇനി നമ്മുടെ സവോള ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാൻ പോവാണ്, ഇഞ്ചി ഇട്ട് കൊടുക്കാൻ പോവാണ്. അതേപോലെ തന്നെ നമ്മൾ 2 പച്ചമുളക് ഇട്ടിട്ടുണ്ട്, പച്ചമുളക് ഇടാൻ പോവാണ്. തക്കാളി നമുക്ക് ലാസ്റ്റ് ഇടാം കേട്ടോ. പച്ചമുളക് ഇട്ടിട്ടുണ്ട്. അതിന് നന്നായി ഇളക്കി ക്ലിയറാക്കി നന്നായി സെറ്റാകട്ടെ. സെറ്റാകുന്നവരെ നമ്മൾ ഇളക്കി പാകപ്പെടുത്തണം കേട്ടോ. ഇത് നമ്മുടെ വിഷാംശമില്ലാത്ത കല്ലുപ്പ്. എല്ലാവരും നമ്മൾ പൊടിയുപ്പാണ് ഉപയോഗിക്കുക. കല്ലുപ്പാണ് ഏറ്റവും നല്ലത്. സുമാറ് നമ്മൾ ഇടുകയാണ്. അപ്പം നമ്മുടെ സാധനം സെറ്റായിട്ടുണ്ട്. നമ്മളതിൻ്റെ ഇടയിൽ കൂടെ ബ്രൂണോ അഴിഞ്ഞു പോയിട്ട് അതിനെ പിടിക്കാൻ വേണ്ടി ഓടി ഇപ്പോൾ വേർത്തിട്ട് വന്നതാണ്. ഗതിക്കാണ് എന്താ വെച്ച് കഴിഞ്ഞാൽ അതിനെ പിടിച്ചിട്ട് വന്നതാണ്. അപ്പം നമ്മൾ ഇനി തക്കാളി ഇടാൻ പോകണം കേട്ടോ. നമ്മളെ എല്ലാം സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഈ കറുവേപ്പില ഇടാൻ പോകണേ. കറുവേപ്പിലത്തിന് നല്ല സെറ്റാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാൻ പോകണേ, കുറച്ച് മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാൻ പോകണേ. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. ചിക്കൻ മസാല ഇട്ട് കൊടുക്കാൻ പോകണ്ട. ഇത് ചിക്കൻ മസാലയാണ്. നമ്മൾ ചേരുവകളൊക്കെ നമ്മൾ ചേർത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മളിനി നമ്മുടെ നാടൻ കോഴിയുടെ ചിക്കൻ നമ്മൾ ഇടാൻ പോകാൻ കേട്ടോ. ചിക്കൻ കുട്ടി വാട ആടാ, നല്ല സെറ്റായിട്ടുള്ള ചിക്കനാണ്. നാടൻ കോഴി കഴിച്ചിട്ട് കുറയായി നമ്മൾ കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ നമ്മൾ അങ്ങനെ അടിപൊളി സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. ഈ മല്ലിയില നമ്മൾ ഇടാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെ മുറിച്ചിട്ട് അപ്പോൾ ഇതിൽ മല്ലിയില ഇട്ട് കൊടുക്കാം. ലാസ്റ്റ് ഇടാമെന്ന് വിചാരിച്ചാണ്. എന്താ സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ തേങ്ങാപ്പാൽ ഒഴിക്കുന്ന സമയത്ത് നമുക്കത് ബുദ്ധിമുട്ട് വരും. അപ്പോൾ നമ്മൾ മല്ലിയില ഇട്ട് കൊടുക്കാൻ പോകും കേട്ടോ. മല്ലിയില ഇട്ടു. ഇനി നമ്മൾ ഒരു ഇളക്കം കൂടി അങ്ങോട്ട് ഇളക്കി കൊടുത്തിട്ട് പൊന്നു മോനെ നമ്മുടെ കറി സെറ്റാക്കണം. ഇതാടാ ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുക്കാൻ പോണേ. ഈ സാധനം നമ്മളിങ്ങനെ അടച്ച് വെക്കാൻ പോവാം കേട്ടോ. അവിടെ ഇരിക്കട്ടെ, ഒരു 10 മിനിറ്റ് അവിടെ ഇരുന്ന് അങ്ങോട്ട് വേകട്ടെ. അപ്പോൾ സൂപ്പറായിട്ടുണ്ടാവും. വേകട്ടെ 10 മിനിറ്റ്.
നമ്മുടെ ചിക്കൻ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമ്മൾ തുറന്ന് നോക്കട്ടെ കേട്ടോ. ആടാ ചിക്കൻ നല്ല സെറ്റായിട്ടുണ്ട്. നല്ല മണവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ആടാ നല്ല അടിപൊളിയായി തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ നാടൻ ചിക്കൻ. അപ്പോൾ വെള്ളം ഏകദേശം ഒരുവിധം വറ്റിയിട്ടുണ്ടൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കാൻ പോവാണേ. ഒന്ന് ഇളക്കി കൊടുത്തിട്ട് കൊടുത്ത് സെറ്റാക്കിയിരിക്കണം. നമുക്കൊരു കാര്യം ചെയ്യാം. ഇത് തേങ്ങാപ്പാൽ ഒഴിക്കാൻ പോകണം കേട്ടോ. തേങ്ങാപ്പാൽ ഒഴിക്കണേ. നമ്മൾ കുറച്ച് ഗ്രേവിയോട് കൂടിയിട്ട് തന്നെയാണ് കേട്ടോ. എന്താ വെച്ചാൽ നമുക്ക് ഇതിലേക്ക് പൊറോട്ടയോ അല്ലെങ്കിൽ നമ്മൾ ബ്രെഡോ അല്ലെങ്കിൽ മറ്റേ ചപ്പാത്തിയോ എന്തെങ്കിലും നമ്മൾ സെറ്റാക്കിയിട്ടാണ് കഴിക്കുകയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് ഗ്രേവി സെറ്റ് ചെയ്യണം കേട്ടോ. കറി നല്ല സെറ്റായ കറിയാണ്. ഗ്രേവിയോട് കൂടിയിട്ടുള്ള കറിയാണ്. സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട്. സംഭവം നല്ല കറി അടിപൊളിയായിട്ടുണ്ട്. കുറച്ച് മല്ലിയിലയും ഇട്ടിട്ട് നമ്മളിപ്പോൾ ഇറക്കാൻ പോകണം. വൈൻഡ് അപ്പ് ചെയ്യണം നമ്മുടെ വീഡിയോ. അപ്പോൾ വീഡിയോ സംഭവം വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല മല്ലിയിലൊക്കെ ഇട്ടപ്പോൾ ബ്രൂണോ പൂച്ചക്കുട്ടികളെ കണ്ടിട്ടേ മല്ലിയില ഇട്ട് കൊടുക്കുകയാണ്. പൂച്ചനെ കണ്ടിട്ടേ ഇതെല്ലാം സെറ്റായിട്ടുണ്ട്. നമ്മളപ്പോൾ ഇറക്കി വെക്കാൻ പോകണം കേട്ടോ. നമ്മുടെ പരിപാടി കഴിഞ്ഞു. നല്ല വെന്തിട്ടുണ്ട്. നല്ല അടിപൊളി സുന്ദരക്കൊട്ടപ്പം കറിയാണ്. ചേട്ടായിമാരെ ഇതാമാടു ആയോട്ട് ഓടണു. ഞങ്ങളിപ്പോൾ സിനിമ കഴിഞ്ഞ് വന്നുള്ളൂ. ഞാനും ജേക്കും കൂടിയിട്ട്. എന്താ പരിപാടി എന്നറിയോ? അമ്മച്ചി പറഞ്ഞു പോണു. ചിക്കൻ കറി അടിപൊളി തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് ഞങ്ങൾ ഇവിടെ വെച്ചിട്ട് പോയതാണ്. കഴിച്ചിട്ടില്ല. അപ്പോൾ കഴിക്കാനുള്ള പരിപാടിയിൽ ഞങ്ങൾ വരുമ്പോൾ കുറച്ച് കെയർ ബേക്കറിയിൽ നിന്ന് കുറച്ച് പൊറോട്ട മേടിച്ചിട്ടുണ്ട്. ഇവിടെ വേറെ എന്തൊക്കെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് നല്ല ചൂട് പൊറോട്ട മേടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചിക്കൻ കറി നമ്മൾ ടേസ്റ്റ് നോക്കാൻ പോവാണ്. ചിക്കൻ കറി എന്തായോന്ന് അറിയില്ല. ഇറക്കി വെച്ചാണ് അല്ലേ. ഒരാൾ ഇങ്ങനെ ദൗരത്ത് പറയണ കൊച്ചു പോണ കൊച്ചു നോക്കണ. നല്ല നൂൽ പൊറോട്ടയും നമ്മുടെ ചിക്കനും കൂടി കഴിക്കാനുള്ള പരിപാടിയിലാണ്. നൂല് പൊറോട്ട ഉണ്ടാമത്തെ ആടാ നൂല് പോലുള്ള പൊറോട്ട. ഞാൻ 2 മതിയില്ലേ കഴിക്കണം. ഈ ചിക്കൻ കഴിക്കില്ലേ ജഗു? അപ്പൊ ആദ്യം ഇതാണ് നമ്മുടെ കറി സെറ്റാക്കി വെച്ചിട്ടുള്ളത്. എന്താ ടേസ്റ്റ് കാര്യങ്ങളൊന്നും അറിയില്ല. കറി നല്ല കളറൊക്കെ ഉണ്ട്. എരിവ് കൂടിയോ എന്തോ അല്ലേ. സെറ്റാണ് കേട്ടോ സംഭവം. അപ്പോ ബ്രെഡും നാടൻ കോഴി ചിക്കനും. നാടൻ കോഴി ചിക്കനും നാടൻ കോഴിയും ബ്രെഡും നാടൻ കോഴിയും പൊറോട്ടയും. അപ്പോൾ അതാണ് നമ്മളെ പരിപാടി. അപ്പോൾ എന്തെങ്ങനെയുണ്ട് നോക്കട്ടെ ആദ്യം. ടേസ്റ്റ് ഉണ്ടല്ലേ. തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചപ്പോൾ സംഭവം കിട്ടു. ഇന്നത്തെ കഴിക്കണം. വേവ് കമ്മിയുണ്ടോ എന്ന് സംശയം. അയ്യോ കൊച്ചുവിന് വേണമെന്നിട്ടാണ് കൊച്ചുവിന് പൊറോട്ട വേണം പറഞ്ഞിട്ട് കൊച്ചു താ പറഞ്ഞു. ഒരേ പിടിയും വരികയാണ്. അപ്പോൾ ഭയങ്കര ഇതാണ്. അപ്പോൾ നമ്മൾ കഴിക്കാൻ പോകണം. അത് ടേസ്റ്റ് ഉണ്ട്. ബ്രെഡിന്റെ ടേസ്റ്റ് നോക്കി. എനിക്ക് ലിവർ വേണം. എനിക്ക് ലിവർ വേണമെങ്കിൽ വേണോ? എന്നാ കഴിച്ചു നോക്ക്. നമ്മുടെ കോഴിയിൽ എല്ല് കൂടുതൽ വേറെ ഒന്നുമല്ല. ഇറച്ചി കമ്മി എല്ല് കൂടുതലാണ്.
അപ്പോൾ നമ്മുടെ ചിക്കൻ കറി നമ്മൾ സൂപ്പറായിട്ട് എന്തോ തടഞ്ഞു. അപ്പോൾ ചിക്കൻ കറി അടിപൊളിയായിട്ട് നമ്മുടെ നാടൻ കോഴി തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച കറി അടിപൊളി, ഒന്നും പറയാനില്ല. വേണം കഴിക്കാൻ വരികയാണെങ്കിൽ വന്നോളൂ. ഇതാ ഇത് നിങ്ങൾക്ക് വേണ്ടി ഒരു കഷ്ണം ഞാൻ കഴിച്ചു. അപ്പോൾ നമ്മുടെ ചിക്കൻ വീഡിയോ സൺഡേ ഞായറാഴ്ചത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. എന്തെങ്കിലും കമൻറ്റുകൾ കാര്യങ്ങൾ അഭിപ്രായങ്ങളൊക്കെ ഉണ്ട് പറഞ്ഞാൽ ഷോർട്ടിൽ എഴുതി കാട്ടുക. അപ്പോൾ ഞങ്ങൾ ഇത് കഴിക്കാനുള്ള പരിപാടിയുമായിട്ട് പോട്ടെ. അപ്പോൾ ഓക്കെ ബൈ.